അധ്യായം 7. പോർക്കളത്തിന്റെ പടിക്കെട്ടുകൾ അമരേന്ദ്രൻ ഇറങ്ങാൻ തുടങ്ങി. പരാജയഭീതി പൂണ്ട് മൈതാനം വിട്ടിറങ്ങുകയാണോ? എങ്കിൽ നീ പോകൂ. ഇന്ന് നീ പോർക്കളം വിട്ടിറങ്ങിപ്പോകുന്നു. നാളെ നീ ഈ പാഞ്ചാല ദേശത്തു നിന്ന് തന്നെ പോകേണ്ടതായി വരും. പുറകിൽ നിന്ന് പരിഹാസത്തോടെ സൂര്യോദയൻ ആരാഞ്ഞു. അവന്റെ ചോദ്യം കേട്ട് ഒരു നിമിഷം നിന്നെങ്കിലും എത്രയും പെട്ടെന്ന് വീണ്ടും അമരേന്ദ്രൻ പടിയിറങ്ങാൻ ആരംഭിച്ചു. ആ മൈതാനത്ത് പോരാട്ടം കാണാൻ വന്ന അനേകരുടെയും ശ്രദ്ധ അമരേന്ദ്രനിലും സൂര്യോദയനിലും കേന്ദ്രീകരിച്ചു. പലവിധത്തിൽ സൂര്യോദയൻ പരിഹസിച്ചിട്ടും തങ്ങളുടെ രാജകുമാരൻ എന്തുകൊണ്ടാണ് അവന്റെ വെല്ലുവിളി സ്വീകരിക്കാത്തത്? അവരതിൽ അത്ഭുതം കൂറി. എന്നാൽ പടികളിറങ്ങുകയായിരുന്ന അമരേന്ദ്രൻ വീണ്ടും തിരികെ വന്ന് സൂര്യോദയന് മുമ്പിൽ അവന്റെ കണ്ണിൽ നോക്കി നിന്നു. ശരി, ഞാൻ നിന്റെ വെല്ലുവിളി സ്വീകരിക്കുന്നു. 1 വർഷം കഴിഞ്ഞ് പാഞ്ചാല ദേശത്ത് നടക്കാൻ പോകുന്ന ഇന്ദ്രോത്സവത്തിൽ നമുക്ക് ഏറ്റുമുട്ടാം. ആ ദിവസം ഏവരും തിരിച്ചറിയും നമ്മളിൽ ആരാണ് ശക്തനെന്ന്. അമരേന്ദ്രൻ വെല്ലുവിളി സ്വീകരിച്ചത് സൂര്യോദയന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം അമരന്റെ മോതിരത്തിനുള്ളിൽ വസിക്കുന്ന വരുണമിത്രനും അത്ഭുതപ്പെട്ടു. ഈ കുമാരൻ എന്തുപറ്റി? എത്ര പറഞ്ഞിട്ടും എന്താണൊന്നും മനസ്സിലാക്കാത്തത്? ഒരു യുദ്ധത്തിന് പുറപ്പെടേണ്ട നേരമല്ലിത്. അതേസമയം അമരേന്ദ്രന്റെ തീരുമാനം ശ്രവിച്ച മാധുരിയും അന്താളിച്ചു നിന്നു. അമരേന്ദ്രൻ അധികമായി ഒരു നക്ഷത്രശക്തി കൂടി ആർജിച്ചു എന്നത് സത്യമാണ്. എന്നാൽ സൂര്യോദയനെ നേരിടാൻ ആ ശക്തി മതിയാകില്ല. അവനിൽ ഇന്നുള്ള ശക്തി ഒന്നും തന്നെ സൂര്യോദയനെ തോൽപ്പിക്കാൻ മതിയായതല്ല. ഈ സത്യം അറിയുന്ന മാധുരി ആകെ ആശയക്കുഴപ്പത്തിലായി. 1 വർഷത്തിനുള്ളിൽ സൂര്യോദയനേക്കാൾ ശക്തനാകാൻ അമരേന്ദ്രന് സാധിക്കില്ല. ഇത്തരത്തിലുള്ള നിരവധി സമസ്യകളുടെ ഭാരം പേറി മാധുരി അമരേന്ദ്രനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒന്നും സംസാരിക്കാതെ ഇരുവരും കുറച്ചു ദൂരം നടന്നു. അല്പദൂരം പിന്നിട്ടപ്പോൾ മാധുരി അമരേന്ദ്രനോട് ചോദിച്ചു, എന്ത് ധൈര്യത്തിലാണ് കുമാര സൂര്യോദയന്റെ വെല്ലുവിളി സ്വീകരിച്ചത്? അവൻ മനഃപൂർവ്വം നിന്നെ പ്രശ്നത്തിൽ ചാടിക്കാൻ വേണ്ടിയാണ് ഈ വിധം സംസാരിച്ച് ഇളക്കിവിട്ടത്. അവന്റെ ആഗ്രഹം തന്നെ അമരനെ പോർക്കളത്തിൽ വെച്ച് എല്ലാവരുടെ മുമ്പിലും തോൽപ്പിക്കുക എന്നതാണ്. അമരേന്ദ്രന്റെ ചെയ്തി ഒട്ടും ഇഷ്ടമാവാതിരുന്ന മാധുരി ദേഷ്യത്തോടു കൂടിയായിരുന്നു സംസാരിച്ചത്. മാധുരിയുടെ ദേഷ്യത്തിന്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കിയ അമരേന്ദ്രൻ മാധുരിയോട് ശാന്തനായി സംസാരിച്ചു തുടങ്ങി. മാധുരി, നിന്റെ കോപത്തിന്റെ ന്യായം ഞാൻ മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. അവന്റെ വെല്ലുവിളി സ്വീകരിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവും എനിക്ക് മുമ്പിലില്ലായിരുന്നു. ഞാൻ സൂര്യോദയന്റെ വെല്ലുവിളി സ്വീകരിച്ചപ്പോൾ അവന്റെ മുഖം മങ്ങിയിരുന്നു. ആ കണ്ണിലെ ഭയം എനിക്ക് ദൃശ്യമായതാണ്. അതിലെല്ലാം ഉപരി എന്നെ ആകർഷിച്ചത് നമ്മുടെ പ്രജകളുടെ കണ്ണിൽ തിളങ്ങിയ എന്നോടുള്ള വിശ്വാസമാണ്. അവന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കാതിരുന്നാൽ അവിടെ ഇരുന്ന മുഴുവൻ ജനങ്ങളോടും ഞാൻ വിശ്വാസവഞ്ചന ചെയ്യുന്നതിന് തുല്യമായി പോവും. വാസുകി നൽകിയ അപമാനത്തിന്റെ വേദന ഇനിയും എന്നിൽ അടങ്ങിയിട്ടില്ല. വീണ്ടും ഒരു അപമാനം കൂടെ താങ്ങാൻ എനിക്കാകില്ല. അമരേന്ദ്ര, കുമാരൻ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ യുദ്ധമുഖത്ത് എന്താണ് സംഭവിക്കുക എന്നോർക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. ഈ ഒരു അവസ്ഥയിൽ നിനക്ക് അവനോട് പോരാടി ജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് എനിക്കൊട്ടും പ്രതീക്ഷയില്ല. അതോ ഇനി നീ വല്ല മാന്ത്രിക ശക്തിയും സ്വായത്തമാക്കിയോ? എളുപ്പത്തിൽ ജയിക്കാനുള്ള വരം നേടിയോ? തന്റെ ക്രോധം ഒട്ടും കുറയാതിരുന്ന മാധുരി കോപത്തോടെ ചോദിച്ചു. മാധുരി ശക്തിയെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ പെട്ടെന്ന് അമരേന്ദ്രന്റെ മനസ്സിലൂടെ എന്തൊക്കെയോ ചിന്തകൾ ഓടിമറഞ്ഞു. മാധുരി കുറച്ചു നേരം മുൻപ് സൂര്യോദയനോട് പോരാടുന്നത് കണ്ടപ്പോൾ അവൾക്കുള്ളിൽ എന്തൊക്കെയോ അമാനുഷികത ഉള്ളതുപോലെ അമരേന്ദ്രന് തോന്നിയിരുന്നു. ആ സംശയം അവളോട് തന്നെ ചോദിച്ചു. മാധുരി, ഞാനൊരു കാര്യം അന്വേഷിച്ചാൽ നീ സത്യം പറയുമോ? നീയും സൂര്യോദയനും തമ്മിലുള്ള പോര് കണ്ടപ്പോൾ എനിക്കൊരു സംശയം. ആ ചുവടുകൾ ഒരു സാധാരണ വീരാംഗനയുടേതുപോലെ തോന്നിയില്ല. നിന്നിൽ എന്തെങ്കിലും പ്രത്യേക ശക്തിയുണ്ടോ? അസാധാരണമായ എന്തോ ഒരു രഹസ്യം നിന്നിൽ ഉള്ളതുപോലെ തോന്നുന്നു. അമരേന്ദ്രൻ പറഞ്ഞു കേട്ടതും മാധുരിയുടെ മുഖത്താകെ പരിഭ്രമം നിറഞ്ഞു. അവൾക്കാകെ ഒരു പതർച്ച തോന്നി. അവളിലെ മാറ്റം ശ്രദ്ധിച്ച അമരേന്ദ്രന് തന്റെ സന്ദേഹത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായി. എന്നാൽ പെട്ടെന്ന് തന്നെ മാധുരി തന്റെ മനം വ്യക്തമാക്കുന്ന മുഖഭാവങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സംസാരം തുടർന്നു. കുമാര, വിഷയം മാറ്റേണ്ട.
സൂര്യോദയനെ എങ്ങനെ തോൽപ്പിക്കും അതേക്കുറിച്ച് മാത്രം സംസാരിക്കൂ. ഇതൊന്നുമല്ലാതെ വാസുകി, അത് മറ്റൊരു പ്രശ്നം. നിന്നെയും നിന്റെ വംശത്തെയും ഇല്ലായ്മ ചെയ്യാനായി കച്ച മുറുക്കി ഇറങ്ങിയവൾ. ഇതിന്റെ എല്ലാം ഇടയിൽ എന്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ? മാധുരിയുടെ അധിക സംസാരവും ഒഴിഞ്ഞുമാറ്റവും എല്ലാം തന്നെ അമരേന്ദ്രനിലെ സംശയം ഊട്ടി ഉറപ്പിച്ചു. അവളുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി നൽകാതെ അമരേന്ദ്രൻ മാധുരിയുടെ കണ്ണുകളിലേക്ക് തീവ്രമായി നോക്കി. എന്നിട്ട് അവളോട് ആരാഞ്ഞു, സത്യം പറ മാധുരി, എന്താണ് നിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ മഹാരഹസ്യം? നീ ഏത് വംശത്തിൽപ്പെട്ടവളാണ്? ഉത്തരം നൽകിയേ മതിയാവൂ. നിന്റെ ഒറ്റ തോഴനായ ഞാൻ അറിയാത്ത എന്ത് രഹസ്യമാണ് നിനക്കുള്ളത്? പരുഷമായ കുമാരന്റെ ചോദ്യത്തിന് ഇല്ലെന്ന അർത്ഥത്തിൽ തലയാട്ടി അവൾ അവിടെ നിന്നും ഓടിയകന്നു. മാധുരി കൊട്ടാരത്തിലെ തന്റെ മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു. ഇതേ സമയം അമരേന്ദ്രൻ തന്റെ ശയനമുറിക്കുള്ളിലെ കട്ടിലിൽ ഇരുന്ന് വെള്ളം കുടിക്കുകയായിരുന്നു. വെള്ളം കുടിച്ച അമരൻ കിടക്കയിൽ വന്നിരുന്നു. മാധുരിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ചില നേരങ്ങളിൽ മാധുരി തന്നെ അസാധാരണമായ രീതിയിൽ നോക്കുന്നുണ്ട്. ആ നോട്ടത്തിന് പിന്നിലുള്ള കാരണം ഒട്ടും മനസ്സിലാകുന്നില്ല. ആത്മകഥം പറയുകയായിരുന്നു അമരേന്ദ്രൻ. പെട്ടെന്ന് അമരേന്ദ്രന്റെ മോതിരത്തിൽ നിന്ന് ഒരു അശരീരി ഉയർന്നു. നീ ചിന്തിക്കുന്നത് സത്യമാണ്. മാധുരി നിന്റെ കുടുംബത്തിലൊരംഗമായി മാറിയതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അവളുടെ ഭൂതകാലത്തെക്കുറിച്ച് പാഞ്ചാലദേശത്ത് തന്നെ ആർക്കും ഒന്നും അറിയില്ല. അമരൻ വർണ്ണമിത്രൻ പറഞ്ഞത് കേട്ട് അമ്പരന്നു. പെട്ടെന്ന് മോതിരത്തിൽ നിന്നും ഒരു പ്രകാശമാനമായ വെളുത്ത പുക അമരേന്ദ്രനെ വലം വെച്ചു. അപ്രതീക്ഷിതമായി വെളുത്ത പുക കണ്ട അമരൻ ഭയന്ന് അസ്വസ്ഥനായി. ഗുരു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഓരോ തവണ വരുമ്പോഴും എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് എന്തിനാണ്? നിനക്ക് ഈയിടെയായി വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് അമര. ഞാൻ എപ്പോഴും ഈ മോതിരത്തിൽ നിന്ന് വരുന്നത് ആവേശത്തോടെയും സന്തോഷത്തോടും കൂടിയാണ്. അങ്ങനെയേ ഞാൻ വരികയുള്ളൂ. കാരണം ബന്ധനത്തിൽ നിന്നും മോചിതനായി വരുന്നവന്റെ ആനന്ദം അത് കുമാരന് മനസ്സിലാകില്ല. എന്തായാലും കുമാര, ഇനി വെക്കുന്ന ഓരോ ചുവടുകളും കുറച്ചുകൂടെ സൂക്ഷിച്ചു വെക്കുക. പറഞ്ഞതിനു ശേഷം ഏതോ ചിന്തയിൽ അമർന്ന ഗുരുവിനെ നോക്കി അമരേന്ദ്രൻ ചോദിച്ചു, ഗുരുദേവ, അങ്ങേക്ക് മാധുരിയുടെ ഭൂതകാലത്തെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയുമോ? അമരന്റെ ആകാംക്ഷ കണ്ട വരുണമിത്രൻ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, അറിയാം കുമാര. മാധുരിയുടെ കഴിഞ്ഞ കാലം എനിക്കറിയാം. ഗുരുവിന്റെ സംസാരത്തിൽ നിന്നും വരുണമിത്രന് എല്ലാം അറിയാമെന്ന് അമരേന്ദ്രന് മനസ്സിലായി. മാധുരിയെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കണം, അമരൻ മനസ്സിലുറപ്പിച്ചു. മാധുരിയെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ ഒന്നും ഇതുവരെ അറിയാതെ പോയതിലുള്ള നോവ് അവന്റെ ഉള്ളിൽ പുകഞ്ഞു. മാധുരിയെക്കുറിച്ച് ചോദിക്കാനായി അമരേന്ദ്രൻ വരുണമിത്രന് നേരെ മുഖം തിരിച്ചു. ആ സമയം അദ്ദേഹം അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, കുമാര, ഇപ്പോൾ മാധുരിയെക്കുറിച്ച് അറിയേണ്ട ഒരാവശ്യവും ഇല്ല. നീ വെറുതെ അതോർത്ത് മനസ്സു നോവിക്കണ്ട. അതിനുള്ള സമയം ആഗതമാവുമ്പോൾ അവളെ ചുറ്റി നിൽക്കുന്ന എല്ലാ നിഗൂഢതകളും മറനീക്കി പുറത്തുവരും. ആ ഇരുട്ട് മാറി നിനക്കെല്ലാം വ്യക്തമാവും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. ഇത്ര മാത്രമേ ഇപ്പോൾ എനിക്ക് മാധുരിയെക്കുറിച്ച് നിന്നോട് പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം കൂടെ പറയാം. മാധുരി വളരെയേറെ മഹത്തായ ഒരു കുടുംബത്തിൽ പിറന്നവളാണ്. കൂടുതലൊന്നും ഇപ്പോൾ എന്നിൽ നിന്ന് അറിയാമെന്ന് കരുതേണ്ട. ഗുരു പറഞ്ഞതിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്. ഗുരുവിന് അവളെക്കുറിച്ച് എല്ലാം അറിയാം. എന്നാൽ ഇപ്പോൾ ഒന്നും തന്നെ പറയില്ല. ഗുരുദേവൻ മാധുരിയെക്കുറിച്ച് പറയാത്തതിൽ പരിഭവം പൂണ്ട് അമരേന്ദ്രൻ അറയിൽ സൂക്ഷിച്ച അമൃതധാരയ്ക്ക് അരികിലേക്ക് വന്നു. നിൽക്കമര, അവിടേക്ക് പോവരുത്. അമൃതധാരയ്ക്ക് അരികിൽ നിന്ന് മാറി നിൽക്കൂ. അടുത്ത നക്ഷത്രം നേടാനുള്ള ശക്തി നിനക്ക് സ്വായത്തമാക്കാൻ അത് നമ്മളെ സഹായിക്കും. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല. വരുണമിത്രന്റെ സംസാരം കേട്ട അമരേന്ദ്രൻ അറയുടെ വാതിൽ ശക്തമായി അടച്ച് തിരികെ തന്റെ കിടക്കയിൽ വന്നിരുന്നു. അമരേന്ദ്രൻ സൂര്യോദയനുമായി പോരിനിറങ്ങുന്നതിൽ വരുണമിത്രന് അശേഷം താല്പര്യമില്ലായിരുന്നു. ആ കാര്യം ഗുരുദേവൻ വ്യക്തമാക്കി. പലപ്പോഴായി ഞാൻ കുമാരനോട് ക്ഷമ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആലോചിക്കാതെ കുമാരൻ എടുത്തു ചാടി. സൂര്യോദയനുമായി ഈ പരീക്ഷണ കാലഘട്ടത്തിൽ ഒരു യുദ്ധത്തിന്
പുറപ്പെടരുതായിരുന്നു? അമരേന്ദ്രൻ ഒളി കണ്ണിട്ട് വരുണമിത്രനെ നോക്കി പതിയെ പറയാൻ ആരംഭിച്ചു. പോർക്കളത്തിലേക്ക് പോയത് അവിടെ നിന്നും പുതുതായി എന്തെങ്കിലും പഠിക്കാമെന്ന് കരുതിയായിരുന്നു. എന്നാൽ ഉള്ള ധൈര്യവും മനോബലവും ഞാൻ അവിടെ പണയം വെച്ചാണ് തിരിച്ചു വന്നത്. തെറ്റുപറ്റിപ്പോയി. സൂര്യോദയൻ പ്രജകൾക്ക് മുമ്പിൽ വെച്ചാണ് എന്നെ വെല്ലുവിളിച്ചത്. എങ്ങനെയെങ്കിലും അവനെ ജയിച്ചേ പറ്റൂ. ഇനി സൂര്യോദയനെ ജയിക്കാനുള്ള മാർഗം നോക്കണം. അതിന് ഗുരുദേവൻ എന്നെ സഹായിക്കണം. എനിക്ക് പുതുതായി എന്തെങ്കിലും പഠിപ്പിച്ചു തരുമോ? അതോ എന്നെ സഹായിക്കില്ലേ? എന്റെ കയ്യിൽ രക്തജാലവിദ്യ മാത്രമേ ഉള്ളൂ. അതൊരിക്കൽ പോലും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. അമരൻ പറഞ്ഞത് അത്രയും സസൂക്ഷ്മം കേട്ട് വരുണമിത്രൻ മറുപടി പറഞ്ഞു. കുമാരൻ പറയുന്നത് കേട്ടാൽ എന്റെ കയ്യിലുള്ള വിദ്യ അത്രയും ഒരു ദിവസം കൊണ്ട് തന്നെ നിന്നെ പഠിപ്പിക്കണം എന്നാണോ? ഗുരുദേവ, ഞാൻ അതല്ല അർത്ഥമാക്കിയത്. എനിക്ക് സൂര്യോദയനെ ജയിക്കണം. അതിന് ഞാൻ എന്തൊക്കെ സഹിക്കണമോ പഠിക്കണമോ അതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ആവശ്യമുള്ള വിദ്യകൾ അങ്ങ് വേഗം തന്നെ പഠിപ്പിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിഷമത്തോടെ അമരൻ പറഞ്ഞു. സങ്കടത്തോടെ മാറിയിരിക്കുന്ന അമരേന്ദ്രനെ നോക്കി ഗുരുദേവൻ ഒന്ന് ചിരിച്ചു. ശരി, ഇപ്പോൾ കുമാരൻ എത്ര മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിലും എളുപ്പത്തിൽ വിദ്യ സ്വായത്തമാക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. നീ എൻ്റെ ശിഷ്യനാണ്. ധൈര്യമായിരിക്കൂ. അതുകൊണ്ട് തന്നെ മറ്റൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. എല്ലാ തരത്തിലുള്ള വിദ്യകളും നിനക്ക് ഞാൻ പറഞ്ഞു തരാം. വരുണമിത്രന്റെ വാക്കുകൾ ശ്രവിച്ച അമരേന്ദ്രൻ ആനന്ദത്തിൽ ആറാടി. തന്റെ ഗുരുദേവൻ വരുണമിത്രൻ തനിക്ക് എന്തൊക്കെ വിദ്യകളാവും പറഞ്ഞു തരിക എന്നോർത്ത് ആവേശം കൊണ്ടു കുമാരൻ. അമരേന്ദ്ര, നിനക്ക് ഞാൻ ഇനി രക്തജാല വിദ്യയെക്കുറിച്ച് പറഞ്ഞു തരാം. എന്നാൽ ആ വിദ്യ ഹൃദ്യസ്ഥമാക്കണമെങ്കിൽ നിന്റെ ശക്തി 5 നക്ഷത്രങ്ങൾക്കും മേലെയാവണം. ഗുരുനാഥൻ രക്തജാല വിദ്യയെക്കുറിച്ച് പറയുന്നത് കേട്ട അമരേന്ദ്രൻ ആകെ അത്ഭുതപ്പെട്ടുപോയി. വർദ്ധിച്ച അമ്പരപ്പോടെ അവൻ ഗുരുവിനോട് പറഞ്ഞു, രക്തജാല വിദ്യയെക്കുറിച്ച് ഞാൻ എവിടെ വെച്ചോ കേട്ടിട്ടുണ്ട് ഗുരുവേ. അമരന്റെ സന്തോഷം കണ്ട വരുണമിത്രൻ ചിരിച്ചു. ഇത് യുദ്ധതന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യകളിൽ ഒന്നാണ്. ഇത് കേട്ട അമരേന്ദ്രന്റെ മിഴികളിൽ താമര വിടർന്നു. അവന് രക്തജാല വിദ്യ പഠിക്കാൻ തിടുക്കമായി. വരുണമിത്രൻ അമരേന്ദ്രന്റെ മുമ്പിൽ വന്നു നിന്ന് അവന്റെ ശിരസിൽ കൈവച്ചു. അനുഗ്രഹാശിസ്സുകൾ അവനുമേൽ ചൊരിഞ്ഞ ശേഷം വരുണമിത്രൻ പറഞ്ഞു തുടങ്ങി. രക്തജാല വിദ്യയെക്കുറിച്ച് ഞാൻ നിനക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം. അതിനായി ആദ്യം മിഴികൾ പൂട്ടി ഏകാഗ്രതയോടുകൂടി ആത്മാവിനെ നിയന്ത്രിക്കുക. ഈ വിദ്യയിൽ മാത്രം സകല ബോധവും കേന്ദ്രീകരിക്കുക. വരുണമിത്രന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചു അമരൻ. കുറച്ചു നേരങ്ങൾക്ക് ശേഷം അമരേന്ദ്രന് വല്ലാത്ത തലവേദന അനുഭവപ്പെട്ടു. കൂടാതെ മറ്റെന്തൊക്കെയോ മാറ്റങ്ങൾ തനിക്ക് സംഭവിക്കുന്നതുപോലെ അമരന് തോന്നി. അഷ്ടമശക്തിയിൽ 2ാമത്തെ വിദ്യയാണ് രക്തജാല വിദ്യ. എല്ലാ വിദ്യകളും ശ്രദ്ധിച്ചു പഠിക്കണം. 4ാം നിലയിലെ വിദ്യയിലാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. അഷ്ടമശക്തികളിൽ ഓരോന്നും മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവം ഉള്ളവയാണ്. ഓരോ വിദ്യയ്ക്കും 3 ഘട്ടങ്ങളുണ്ട്. ആരംഭഘട്ടം, മധ്യഘട്ടം, അവസാന ഘട്ടം. ഇങ്ങനെ അഷ്ടശക്തികളെക്കുറിച്ച് വരുണമിത്രൻ പറഞ്ഞു. ഇതെല്ലാം കേട്ട അമരേന്ദ്രൻ, ഈ വിദ്യ ഞാൻ സ്വായത്തമാക്കിയാൽ സൂര്യോദയനെ നിഷ്പ്രയാസം എനിക്ക് തോൽപ്പിക്കാൻ കഴിയും അല്ലേ ഗുരുദേവ? തീർച്ചയായും കഴിയും കുമാര. എന്നാൽ ഈ വിദ്യ നേടണമെങ്കിൽ അവിടുന്ന് അങ്ങയുടെ ശരീരത്തെയും ജയിക്കണം. ഒന്നും മനസ്സിലാകാതെ ഗുരുവിനെ തന്നെ നോക്കി നിൽക്കുന്ന അമരേന്ദ്രനോട് വരുണമിത്രൻ പറഞ്ഞു, ശരീരം ശക്തമാക്കണം. ശരീരത്തെ ബാധിക്കുന്ന എല്ലാ വേദനയും സഹിക്കാനുള്ള സഹനശക്തി നേടണം. അതെങ്ങനെ ഞാൻ സ്വായത്തമാക്കും? പറഞ്ഞാലും ഗുരുദേവ. കുമാര, അവിടുന്ന് ശരീരം ഏറ്റുവാകുന്ന വേദനകളെ കീഴടക്കുന്നതിന് മുൻപ് അങ്ങയുടെ നക്ഷത്രത്തെ കീഴടക്കണം. അതിന് തനിച്ചു സാധിക്കില്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടണം. ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഗുരുദേവൻ ഇങ്ങനെ ചിരിക്കുന്നത് കണ്ട അമരേന്ദ്രന് അതൊട്ടും രസിച്ചില്ല. ആരുടെ സഹായമാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്ന നേരം കാര്യങ്ങൾ വ്യക്തമാക്കിയാലും? ചെറിയ പരിഭവത്തോടെ അമരേന്ദ്രൻ പറഞ്ഞു. കുമാര, നീ
ശരീരബലം കൂട്ടണം. എങ്കിൽ ധാരാളം ദണ്ഡനകൾ നിന്റെ ദേഹം ഏറ്റുവാങ്ങാൻ ഒരുക്കമാകണം. ആ അടികൾ മുഴുവൻ ഈ ദേഹം താങ്ങണം. ഈ വിദ്യ സ്വീകരിക്കുന്നതിന് മുൻപ് നീ ഈ പരീക്ഷണത്തിൽ വിജയിക്കണം. വരുണമിത്രൻ വ്യക്തമാക്കി.